എല്ലാവർക്കും കൃഷ്ണാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. പനീർ വെച്ചുള്ള ഒരു സാൻഡ്വിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുതേ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു ചെറിയ പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ ഉള്ളിയുടെ പകുതി നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റും കാബേജും കൂടെ ചേർക്കേണ്ടതുണ്ട്. ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ്, കുറച്ച് കാബേജ് ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. അധികം സാൻഡ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഇത് അധികം വേവേണ്ടതില്ല. ഒന്ന് നല്ലപോലെ വാടി കിട്ടിയാൽ മതി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. നമുക്കിതിൽ സോയാ സോസെല്ലാം ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ സോയാ സോസിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂണോളം സോയാ സോസും ഒരു 1/2 ടീസ്പൂണോളം ചില്ലി സോസും പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് ഷെസ്വാൻ സോസ് കൂടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പനീർ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റാം. ഒരു 2 മിനിറ്റ് എല്ലാം വഴറ്റിയാൽ മതിയാവും. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫില്ലിങ്സ് ആണിത്. ഇതെല്ലാം ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി, പിന്നെ ഒരു പകുതി കാപ്സിക്കം കൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തക്കാളിയൊന്നും അധികം വേവേണ്ട, അത് നല്ലോണം കടിക്കണം നമ്മൾ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അത് വേവിക്കേണ്ട, അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് മൾട്ടിഗ്രെയിൻ്റെ ബ്രെഡാണുള്ളത്, അതുകൊണ്ട് ഞാനിതാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് ഏത് ബ്രെഡാണ് ഉള്ളതെങ്കിൽ അത് വെച്ച് ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാം നിറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചീസ് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡ് കൂടെ വെച്ചിട്ട് നമുക്ക് പാനിലേക്ക് വെക്കാം. പാനിലേക്ക് വെക്കുമ്പോൾ മുന്നേ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതുപോലെ മറ്റുള്ള ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും മടിക്കരുത്.